മധുരം ജീവാമൃതബിന്ദു. ഇതൊക്കെ നമുക്ക് ആസ്വദിക്കേണ്ടതാണ്. അതാണ് ആ വാക്ക് പത്മശ്രീയുടെ കുറച്ച് മുകളിലാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്ന കമന്റാണ്. എനിക്ക് അഭിമാനകരമായ കമന്റ്. അത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര നാണമായിപ്പോയി ശരിക്കും. അല്ല, അങ്ങനെ ഒരാൾ പറയാൻ ഞാൻ ഇതുവരെ കേൾക്കാത്തൊരു വാക്കാണ്. അന്ന് കോഴിക്കോട് നിന്നാണ് പാട്ട് മുഴുവൻ വന്നിരുന്നത്. തീർച്ചയായിട്ടും ഇടയ്ക്ക് കുന്നംകുളത്തുനിന്നായി ശരിക്കും. അതെ, റഫീഖ് അഹമ്മദും ഹരിതാനന്ദുമാണ് ശരിക്കും ഇപ്പോഴത്തെ വരങ്ങൾ രണ്ടുപേരും. അവർ രണ്ടുപേരും കുന്നംകുളക്കാരാണ്. ഞങ്ങൾക്കൊരു സന്തോഷമാണ്. മോഹൻലാലിനെയും നെടുമുടി വേണുവിനെയും ഹിസൈൻസ് അബ്ദുള്ളയിൽ അഭിനയിച്ച മുഴുവൻ ടീമിനെയും വിറപ്പിച്ചൊരു വരവ് വന്നിരിക്കുന്ന മലയാളത്തിലെ ഒരു ഗാനരചയിതാവുണ്ട്. അല്ല, ഞാൻ അങ്ങയെ കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്. എന്താ കേട്ടിട്ടുള്ളേ? പത്മശ്രീ പണം കൊടുത്തു വാങ്ങിയ അല്പൻ, ശബ്ദം കൊണ്ട് കസർത്ത് കാണിക്കുന്ന അജ്ഞൻ അല്ലേ? വാക്കുകളുടെ സൗജന്യൊന്നും എനിക്ക് വേണ്ട. ശ്രുതി 39 വർഷമായി 4000-ഓളം പാട്ടുകൾ എഴുതിയ ഒരു അപൂർവ പുണ്യ ജന്മം എന്നൊക്കെ പറയാം. ഇനി എന്താ പുകഴ്ത്താൻ വാക്കുകളൊന്നും ഇല്ല എനിക്ക്. അദ്ദേഹത്തെ നമ്മുടെ പേജിനോടും നമ്മളോടും കാലം മുഴുവൻ പാട്ടിന്റെ കൂടെ സഞ്ചരിച്ച അനുഭവങ്ങളോടെ ഒന്ന് പോകാം. പേജിലേക്ക് സ്വാഗതം ചെയ്യാം ശ്രീ ശൈലപുരം ദാമോദരൻ. ശരിക്കും സിനിമയിലെ ആദ്യത്തെ അഭിനയമാണ്, ആദ്യമായിട്ട് അഭിനയിച്ചാണ് അത്? അല്ല, ഞാൻ സ്വാതിരുന്നാളിൽ അഭിനയിച്ചില്ലേ? ഹിസൈൻസ് അബ്ദുള്ളയിലാണ് മലയാളികൾക്ക് ഇത്രയും അത് മറക്കാൻ പറ്റാത്തൊരു അനുഭവമായി അല്ലേ? അത് ലോഹിതാണ് എനിക്ക്. ഞാൻ അഭിനയത്തിനെ പറ്റി ഒന്നും ആലോചിച്ചിട്ടില്ല. ലോഹി പറഞ്ഞത് താൻ ചെയ്യണം. പാടി അഭിനയിച്ച ഒരു സിനിമയും കൂടിയിട്ടാണ് മറക്കാൻ പറ്റാത്തൊരു പാട്ട് തന്നെയാണ് അല്ലേ? അതില് അവസാനം ദേവസഭാതലം ശരിക്കും പറഞ്ഞ ഒരു ഹൃദയസ്പർശിയാണ് അല്ലേ? ഇന്ത്യൻ സിനിമയിൽ അതുപോലെ പാട്ടുണ്ടായിട്ടില്ല. ദാസേട്ടനും രവിയേട്ടനും കൂടി അങ്ങനെ പാടി അല്ലേ? ഇത്രയും ദേഷ്യമൊക്കെ അഭിനയിക്കില്ല. അത് അഭിനയം മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ വേണമെന്ന് ചെയ്തത് അല്ലേ? ലോഹിദാസിന്റെ സിനിമയിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ലോഹിദാസ് സാറ് സംവിധാനം ചെയ്തതും എഴുതിയ തിരക്കഥകളുമാണ്. ലോഹിദാസ് സാറുമായിട്ട് എങ്ങനെ അടുപ്പം? ശരിക്കും ഏറ്റവും അടുപ്പാണ്. ഈ നമ്മുടെ സേതുവിനെ പോലും ഞാൻ പരിചയപ്പെടുന്നത് ലോഹിയുടെ അവിടെ നിന്ന്. അതല്ലേ? അതെ, സേതുവേട്ടനും ലോഹിദാസ് സാർ എന്ന് പറഞ്ഞ ജീവനാണ്. ഭയങ്കര. എങ്ങനെ ആദ്യത്തെ ഒരു കണ്ടുമുട്ടൽ എങ്ങനെയാ? കുടുംബ പുരാണം ആണ് ഞങ്ങൾ ആദ്യം ചെയ്തത്. എൻ്റെ രണ്ടാമത്തെ പടം, ലോഹിയുടെ രണ്ടാമത്തെ പടം, മോഹൻ സിത്താരയുടെ രണ്ടാമത്തെ പടം, എല്ലാം ഈ രണ്ടാമത്തെ പടം. ശരി, എല്ലാവരും മനസ്സിൽ എപ്പോഴും ആഗ്രഹിക്കുന്ന കുറെ പാട്ടുകള് പ്രമദവനൊക്കെയാണ്. ശരിക്കും തീർച്ചയായിട്ടും പ്രമദവനൊന്നും ഒരാൾ, ഞാനും അതെ, എനിക്കും അത്ഭുതമായിട്ട് പെട്ടുള്ള പാട്ടാണ് അല്ലേ? അതൊക്കെ അമിഞ്ഞു ഉണ്ടാവുന്നതാണ്, നമുക്കൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അതിലെല്ലാ പാട്ടുകളും മലയാളികളുള്ള കാലം വരെ അത് മറക്കാതെ. അതൊക്കെ അതിലൊക്കെ ഞാൻ ലോഹിയാണ് സ്മരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട അനിയനാണ്. കുറേ പാട്ട് എഴുതിയിട്ടുണ്ടല്ലോ, ഞങ്ങൾക്ക് മലയാളികൾക്ക് എല്ലാം ഇഷ്ടമാണ്. പക്ഷെ അങ്ങയുടെ മനസ്സിലുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട സോങ്ങുകൾ ഏതൊക്കെയായിരിക്കും? കുറേ പാട്ടുകളുണ്ട്. ഇപ്പം എൻ്റെ പാട്ട് തന്നെ ഭയങ്കര ഹിറ്റായിട്ടുള്ളത് ഈ ദേശാടനം, കളിയാട്ടം. പിന്നെ എനിക്ക് ഒറ്റ പാട്ട് നോക്കിയാൽ എനിക്ക് വികാര നോക്കിയാണ് ഭയങ്കര ഇഷ്ടം. അമരത്തിലെ എന്തോ ഒരു ഇമോഷണൽ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. അത് പാട്ട് എപ്പോൾ കേട്ടാലും ആളുകളുടെ മനസ്സ് അങ്ങനെ പോകില്ലേ? തീർച്ചയായിട്ടും. ശരിക്കും എങ്ങനെ ഈ പാട്ടിലേക്ക് ശരിക്കും വരുന്നത്? പാട്ടെഴുത്ത് വന്ന് ഒരു ഒഴുക്ക് വന്നതാണ്. ശരിക്കും ഞാൻ പാട്ട് എഴുതാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്തേ ഇല്ല, ഒന്നുമില്ല. ഞാൻ സംസ്കൃതം പഠിച്ചിരുന്നത് മാത്രമേ ഉള്ളൂ. അത് ശരി, ഇത്രയ്ക്കേ ഉള്ളൂ. ഡിഗ്രി ഒന്നുമില്ല എനിക്ക്. ഞാൻ വായനയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. അത് ശരി, ഇത്രയും പാട്ടുകൾ വായനയുടെ ബാക്ക്ഗ്രൗണ്ടാണ്. കുട്ടിക്കാലത്ത് വായിച്ചിട്ടുള്ളത് കണക്കില്ല. അതാണ്. അതുകൊണ്ടാണ് ഗദ്യയായാലും പദ്യയായാലും എനിക്കിപ്പോഴും ഒരു നല്ല ഇതാണ്. അന്ന് കോഴിക്കോട് നിന്നാണ് പാട്ട് മുഴുവൻ വന്നിരുന്നത്. തീർച്ചയായിട്ടും. ഇപ്പൊ ചില ഇടയ്ക്ക് കുന്നംകുളത്തുനിന്നായി. ശരിക്കും റഫീഖ് അഹമ്മദും ഹരിതാനന്ദുമാണ് ശരിക്കും ഇപ്പോഴത്തെ വരങ്ങൾ രണ്ടുപേരും. അവർ രണ്ടുപേരും കുന്നംകുളക്കാരാണ്. ഞങ്ങൾക്കൊരു സന്തോഷമാണ്. ശരിക്കും ഇപ്പോ നിലവില് എത്ര പാട്ട് ഇതുവരെ എഴുതിയിട്ടുണ്ടാവും? 4000-ഓളം പാട്ടുണ്ടാവും. 4000 പാട്ട് എഴുതിയിട്ടുണ്ട്. ശരിക്കും ഗൂഗിൾ തപ്പിയിട്ട് കുറച്ച് പാട്ട് കിട്ടില്ല. 4000 പാട്ട് എഴുതിയിട്ടുണ്ട്. അവർക്കൊന്നും അറിയില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞ പേന വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അല്ലേ? ഞാൻ ശരിക്ക് തുടർച്ചയായിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. 39 വർഷം. അതാർക്കും കിട്ടിയില്ല. ഞാൻ ഏറ്റവും കൂടുതൽ എഴുതിയത് ഞാനായിരിക്കും. ഏറ്റവും കൂടുതൽ കാലം എഴുതിയത് ഞാനായിരിക്കും. മലയാള സിനിമ ചരിത്രത്തിൽ. ഇതിപ്പോ പത്മശ്രീ കിട്ടുന്ന സമയത്താണ്. അതെ, 21 കിട്ടി. അതെ, ആ സമയത്ത് അദ്ദേഹം ഞങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോൾ ഗവൺമെന്റ് ഫോട്ടോഗ്രാഫർ എടുത്തിട്ടുള്ള ഔദ്യോഗിക ഫോട്ടോ ആണ്. ഇത് ഭയങ്കര ഒരു കൗതുകം ജനിപ്പിക്കുന്ന ഫോട്ടോ ആണ്. അങ്ങനെ വന്നതാണ്. ഇത് ഫോട്ടോ അല്ല, സേതുവാണ് വരച്ചത്. ഇത് ഫോട്ടോവിനേക്കാളും ഭംഗിയായിട്ട് വരച്ചത്.
പക്ഷെ ആ നോട്ടൊക്കെ ശരിക്കും അതും തന്നെ അല്ലേ? ഗംഭീരായിട്ട്. ഒരു ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി ഇത്ര സ്നേഹത്തോടെ ഒരാൾ ഭയങ്കര അടുപ്പാണ്. എന്തോ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരു മൂടുണ്ട്. ഇപ്പൊ ഞങ്ങളെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീനാണ് കാണുന്നത്. അപ്പൊ ആ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് കോൺവെർസേഷൻ നടക്കുന്നത് ശരിക്കും? അല്ല, യു ആർ ഗ്രേറ്റ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ അതിനുണ്ടായ ഒരു പ്രത്യേക ഒരു വികാരം അത്രേ ഉള്ളൂ. അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞതാണ്. ഞാൻ എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ അദ്ദേഹം വന്നു അതിനോ നേരെ അടുത്തേക്ക് വന്നു, ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. അതാണ് ആ വാക്ക് പത്മശ്രീയുടെ കുറച്ച് മുകളിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്ന കമൻ്റാണ്. എനിക്ക് അഭിമാനകരമായ കമന്റ്. പിന്നെ ആ ഞാൻ നേരത്തെ സഹോദരനോട് പറയായിരുന്നു, ഒരു പ്രൈം മിനിസ്റ്റർ നോക്കുന്നത് തിരിച്ച് അങ്ങയുടെ മുഖഭാവം ഒക്കെ ഭയങ്കര രസകരമായിട്ട്. അത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര നാണമായിപ്പോയി ശരിക്കും. അല്ല, അങ്ങനെ ഒരാൾ പറയാന്ന് ഞാൻ ഇതുവരെ കേൾക്കാത്തൊരു വാക്കാണ്. അപ്പോൾ താര രാജാക്കുമാരുടെ മക്കള് നമ്മുടെ മോഹൻലാലിൻ്റെയും ശ്രീനിവാസൻ്റെയും മക്കള് വിനീത് ശ്രീനിവാസനും പ്രണവും കൂടി ഉള്ള സിനിമ ഹൃദയത്തിലെ പാട്ട് എഴുതിയിട്ടുണ്ട്. ഏത് രണ്ടാം തലമുറയാണ്? ഹൃദയത്തിലെ ഒരു 6 പാട്ട് വരെ ഞാൻ 6 പാട്ട് എഴുതിയിട്ടുണ്ട്. ഹൃദയത്തിലെ പാട്ട് ഹിറ്റാണ്, നല്ല ഹിറ്റാണ്. പടം ഭയങ്കര ഹിറ്റാണ്. ഈ കാലത്തുള്ള കുട്ടികൾക്ക് വേണ്ടി എഴുതി ഹിറ്റായി. വാസ്തുത അന്നത്തെ പാട്ടുകൾ ഇപ്പോഴും ഹിറ്റാണ്. ഞാൻ ഇന്നലെ ഗുരുവായൂരപ്പൻ കോളേജിൽ ഒരു പരിപാടിക്ക് പോയിരുന്നു. അവർ എൻ്റെ 2-3 പാട്ടുകൾ അവർ പാടി എന്നെ കേൾപ്പിച്ചു. എല്ലാം നല്ല പാട്ടുകൾ. അവർക്ക് അടിപൊളിയൊന്നുമല്ല, അതൊന്നുമല്ല, സാധാരണ നല്ല മെലഡിയാണ് പാടി. കുട്ടികളുടെ ഒരു സ്നേഹവും അത്ഭുതകരമായിട്ടുള്ളൊരു സംഭവം. എനിക്ക് തോന്നിയിട്ടുള്ളത് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് കേട്ടുള്ള പാട്ടുകളൊക്കെ കുറേ കാലം നിലനിൽക്കുന്ന പാട്ടുകളായിരുന്നു. ഇപ്പോഴത്തെ പാട്ടുകളൊക്കെ ഒരു വർഷം കൊണ്ട് തന്നെ പോകുന്നുണ്ട്. അത് ലിറിക്സിന്റെ കുഴപ്പമാണോ, മ്യൂസിക്കിന്റെ എന്താ അങ്ങനെ ആളുകളുടെ മാറ്റമല്ല, കാലത്തിന്റെ മാറ്റമാണ്. കാരണം കാലം മൊത്തം മാറിയിട്ടില്ല. നമ്മളുള്ള കാലത്ത് ഈ മൊബൈലോ അല്ലെങ്കിൽ ഒരു വിനോദത്തിനുള്ള ഒരു ഉപകരണമില്ല. ഇപ്പം അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അവർക്ക് കാണാനും കേൾക്കാനും ഒക്കെ ഇഷ്ടം പോലെ വേറെയുണ്ട്. ആ കൂട്ടത്തിലൊന്ന് അത്രേ ഉള്ളൂ. അപ്പോൾ അവർ കേൾക്കുന്ന ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് അടിപൊളി പാട്ടുകളാണ്. ആ ഒരു ശൈലി ഇപ്പോൾ ആയതാണ്. അല്ലാതെ ചിലപ്പം സിനിമാക്കാർ അവരെ വഴി തെറ്റിച്ചതാണ് ഞാൻ പറയും. അല്ലാതെ അങ്ങനെ വല്ലപ്പോഴും ഒരു അടിപൊളി ആവാന്നല്ലാതെ ഇത് ത്രൂഔട്ടിങ്ങനെ നിലനിർത്താതെ ഉള്ള പാട്ടെന്താ സാന്ത്വനിപ്പിക്കാൻ പറ്റുന്നതാണ് സംഗീതം. മനുഷ്യർക്ക് കേട്ടാൽ ഭയങ്കര സന്തോഷം ഉണ്ടാവണം, സാന്ത്വനം ഉണ്ടാവണം. ഞാനിപ്പോഴും അതിലാണ് വിശ്വസിക്കുന്നത്. മധുരം, ജീവാമൃത, ബിന്ദു ഒക്കെ എഴുതുമ്പോൾ എങ്ങനെയാ അതിന്റെ ഒരു എന്താ അതിന്റെ ഒരു ഫീൽ അല്ലേ? തീർച്ചയായിട്ടും. എന്താ അതിനെ കുറിച്ചിട്ട് പറയാനുള്ളത്? മധുരം ജീവ അത് അയാൾക്ക് വേണ്ട വികാരമാണ് ആ കഥാപാത്രത്തിൽ. ശരിക്കും ആ സിനിമ മുഴുവൻ ആ പാട്ട് പറഞ്ഞ പോലെ തോന്നുന്നു. ഭയങ്കര ഒരു സൂതിങ് മൂഡാണ്. ഏത് സമയത്ത് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ മനസ്സ് ആർദ്രമാവുന്ന ഒരു പാട്ടാണ്. മോഹൻലാലിന്റെ എല്ലാ വിഷമങ്ങളും അതന്നെയാണ് ആലോചിച്ചത്. നായകന്റെ പാട്ടല്ല, നായകന്റെ പാട്ടാണ് പാടുന്നത് കേൾക്കുന്നത്. ഒരു ഭിക്ഷക്കാരൻ പാടുന്ന പോലത്തെ ഒരു പാട്ടാണ് പൈസ കൊടുത്ത് പാടിക്കുന്നത്. ശരിക്കും ഹൃദയം 4 വരി പാടാൻ പറ്റും. പാടാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് സാർ, പക്ഷെ അത് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു പാട്ടാണ്. മധുരം ജീവാമൃത ബിന്ദു ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഇതൊക്കെ നമുക്ക് ആസ്വദിക്കേണ്ടതാണ്. നമ്മൾ അതിന് രസമായിട്ടൊരു സംഭവം എൻ്റെ മനസ്സിലുണ്ട്. ശ്വേതകുമാരിയുടെ ഒരു കവിതയുണ്ട്. അതായത് അത് മഹാഭാരതത്തിലെ ഒരു കഥയുടെ ഒരു ഭാഗമാണ്. ഈ ഒരാൾ പൊട്ടക്കിണറ്റിലേക്ക് ചാടാൻ പോവുക. അത് സിംഹത്തിനെ പേടിച്ചിട്ടാണ് ചാടുന്നത്. ചാടിയപ്പോൾ ഒരു വള്ളി ഇങ്ങനെ പിടികിട്ടി. ആ വള്ളി പിടിച്ചപ്പോൾ അതിങ്ങനെ നോക്കുകയാണ്. ഇയാളെ മുകളിലേക്ക് നോക്കുമ്പോൾ സിംഹം മുകളിലുണ്ട്. പിടിക്കുന്നതാണെങ്കിൽ ഭയങ്കര വിഷസർപ്പത്തിൻ്റെ ഒരു അതായിരുന്നു. വള്ളി നീളി വിചാരിച്ചതല്ല. താഴേക്ക് ചാടിയാലോ അവിടെ മുഴുവൻ സർപ്പങ്ങളാണ്, ഒരു പൊട്ടക്കിണറ്. അപ്പോഴുള്ളൊരു വികാരം എൻ്റെ മനസ്സിലുണ്ട്. അപ്പോഴും ഒരു തവളയൊക്കെ, പാമ്പിൻ്റെ വായിലൊരു തവളയുണ്ട്. ആ തവള ഒരു ഈച്ചയെ പിടിക്കാനാണ് നോക്കുക അല്ലേ, അതിൻ്റെ ജീവിതം അപ്പം നോക്കുക. ഇത് അവൻ്റെ പാമ്പിൻ്റെ വായിലാണെന്ന് അയാൾ ആലോചിക്കല്ലേ. അപ്പോഴാണ് അതാണ് മധുരം. ഇതതുപോലും ആ ജീവാമൃത ബിന്ദു പോലും അവന് മധുരമാണ്. ദുഃഖത്തിൻ്റെ ഏറ്റവും ആഴത്തിലുള്ള സമയത്തും നമ്മൾ എന്ത് പ്രശ്നങ്ങളുള്ള സമയത്തും നമുക്ക് മധുരമാണ്. ഒരു അമൃതബിന്ദു എന്ന് പറഞ്ഞാൽ അത് മധുരമാണ്. അതാണ് ജീവിതം. എനിക്ക് സമൂഹത്തിനോട് പറയാനുള്ളത് അതാണ്. ഒരു നായകൻ പാടാത്ത പാട്ടായിട്ടും മലയാളികളുള്ള കാലം വരെ നിലനിൽക്കുന്ന ഒരു പാട്ടാണ്. നായകനൊന്നും പ്രശ്നമില്ല, പാട്ടിന്റെ വരികൾ തന്നെയാണ്. അതിന്റെ ഒരു സമയം വളരെ കഴിഞ്ഞു. 2 വാക്ക് സംസാരിച്ചു, വളരെ സന്തോഷം. ഫൈസൽ ചേട്ടൻ്റെ ഈ ഫേസ്ബുക്കിൻ്റെ പേജിന് ആശംസകൾ. താങ്ക് യു സോ മച്ച്.